മലയാളിയായ വിഘ്നേഷ് പുത്തൂർ വ്യത്യസ്ത ബൗളിംഗ് രീതിയായ ചൈനാമാൻ ഉപയോഗിച്ച് IPL-ൽ മികച്ച പ്രകടനം നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ ബൗളിംഗ് രീതി ലെഫ്റ്റ് ആം അൺഓർത്തഡോക്സ് സ്പിൻ, ലെഫ്റ്റ് ആം റിസ്റ്റ് സ്പിൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ഇടം കൈയുടെ കൈക്കുഴ ഉപയോഗിച്ച് എറിയുന്ന പന്ത് പിച്ചിൽ കുത്തിയ ശേഷം ഒരു ഓഫ് സ്പിൻ ബൗളിംഗിന്റെ സമാനമായ ദിശയിലേക്ക് തിരിയുന്ന രീതിയാണിത്. എന്നാൽ ചൈനാമാൻ എന്ന ബൗളിംഗ് രീതിയുടെ ചരിത്രമെന്തെന്നറിയാമോ? 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ദക്ഷിണാഫ്രിക്കൻ ഓൾറൗണ്ടർ ചാർലി ലെവ്ലിൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഈ രീതിയിൽ പന്തെറിഞ്ഞിട്ടുണ്ട്. എങ്കിലും ക്രിക്കറ്റ് ചരിത്രത്തിൽ ചൈനാമാൻ എന്ന ബൗളിംഗ് രീതിയുടെ ഉപജ്ഞാതാവായി കണക്കാക്കുന്നത് വെസ്റ്റ് ഇന്ത്യൻ ഇടങ്കൈയൻ സ്പിന്നറായിരുന്ന എല്ലിസ് അച്ചോങ് എന്ന ചൈനീസ് വംശജനെയാണ്. 1933-ൽ ഇംഗ്ലണ്ടിനെതിരെ മാഞ്ചസ്റ്ററിൽ ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻ വാൾട്ടർ റോബിൻസിനെ പുറത്താക്കാൻ അച്ചോങ് എറിഞ്ഞ പന്ത് സാധാരണയിൽ നിന്നും വ്യത്യസ്ത രീതിയിൽ തിരിഞ്ഞ് ബാറ്റ്സ്മാനെ വിക്കറ്റ് കീപ്പർ സ്റ്റംപ് ചെയ്ത് പുറത്താക്കാൻ കാരണമായി. ദേഷ്യത്തോടെ മടങ്ങിയ ബാറ്റ്സ്മാൻ വിൻഡീസ് താരമായ ലിയറി കോൺസ്റ്റന്റിനോട് പറഞ്ഞത് ഫാൻസി ബീങ് ഔട്ട് ടു എ ബ്ലഡി ചൈനാമാൻ എന്നത് പിന്നീട് ക്രിക്കറ്റ് ചരിത്രത്തിൽ ചൈനാമാൻ എന്ന പേര് സ്ഥാനം പിടിക്കാൻ കാരണമായി. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്